നിർമ്മിത ബുദ്ധി യുഗത്തിലേക്ക് ഇന്ത്യ. യന്ത്രങ്ങൾ മനുഷ്യരെ പോലെ ചിന്തിക്കുന്നതല്ല, മനുഷ്യർ യന്ത്രങ്ങളെ ചിന്തിക്കാൻ വിട്ടുകൊടുക്കുന്നതാണ് AI കാലത്തെ ഏറ്റവും വലിയ അപകടമെന്ന് ഗൗതം അദാനി. യുവാക്കൾ ഉപഭോക്താക്കളായി മാത്രം ചുരുങ്ങാതെ സൃഷ്ടാക്കളായും നേതാക്കളായും ഉയരണമെന്നും ഗൗതം അദാനി. ഇന്ത്യ നിർണായകമായൊരു സാങ്കേതിക യുഗത്തിലേക്ക് കടക്കുകയാണെന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി. I can confidently say that artificial intelligence will now represent the next and far more powerful leap. സാങ്കേതികവിദ്യയും പ്രതിഭയും ദേശീയ ദൗത്യവും ഒരുമിച്ച് മുന്നേറേണ്ട കാലമാണിതെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിൽ യുവാക്കൾ ഉപഭോക്താക്കളായി മാത്രം ചുരുങ്ങാതെ സൃഷ്ടാക്കളായും നേതാക്കളായും ഉയരണമെന്നും അദാനി കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിദ്യാപ്രതിഷ്ഠാൻ ട്രസ്റ്റിന്റെ കീഴിൽ സ്ഥാപിച്ച ശരത് പവാർ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗൗതം അദാനി. AI കുറിച്ചുള്ള ആശങ്കകൾ സ്വാഭാവികമാണെന്ന് പറഞ്ഞ അദാനി, വ്യവസായ വിപ്ലവങ്ങൾ മുതൽ ഇന്ത്യയുടെ ഡിജിറ്റൽ മുന്നേറ്റം വരെ എല്ലാ സാങ്കേതിക മാറ്റങ്ങളും മനുഷ്യശേഷി വർദ്ധിപ്പിച്ചതായി ഓർമ്മിപ്പിച്ചു. AI സാധാരണ ജനങ്ങളിലേക്കും ബുദ്ധിയും ഉൽപാദനക്ഷമതയും എത്തിക്കുമെന്നും എല്ലാ പശ്ചാത്തലങ്ങളിലുമുള്ള യുവാക്കൾക്ക് വളർച്ചയിൽ പങ്കാളികളാകാൻ പുതിയ അവസരങ്ങൾ തുറക്കുമെന്നും അദാനി വ്യക്തമാക്കി. അതേസമയം AI നേതൃത്വം പുറം രാജ്യങ്ങൾക്ക് വിട്ടു നൽകാനാകില്ലെന്ന മുന്നറിയിപ്പും അദാനി നൽകി. A nation of 1.4 billion people cannot afford to place its jobs, data, culture, and collective intelligence at the mercy of foreign algorithms. വിദേശ സാങ്കേതിക സംവിധാനങ്ങളിലേക്കുള്ള അമിതമായ ആശ്രയം രാജ്യത്തിന്റെ സാമ്പത്തികവും ദേശീയ സുരക്ഷയ്ക്കും ഭീഷണിയാകുമെന്നായിരുന്നു പരാമർശം. ദേശീയ താൽപര്യത്തിനനുസൃതമായ സ്വദേശ AI സംവിധാനങ്ങൾ ഇന്ത്യയുടെ ഭാവിക്ക് അനിവാര്യമാണെന്നും ഗൗതം അദാനി വ്യക്തമാക്കി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Amritweni Hair Elixir for Women. Azure Builders, building beyond blue.